അദ്ദേഹം കൊടുത്ത കേസ് വിജിലൻസ് കോടതി തള്ളി. അഴിമതിയാണ്. പിന്നെ അദ്ദേഹം ആൾമാറാട്ടം നടത്തി മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ കൊടുത്തു. വിജിലൻസ് കോടതിയും തള്ളി. പിണറായി വിജയനും വീണ വിജയനും അഴിമതി നടത്തി എന്നുള്ളതാണ് പ്രധാനമായും അതിനുള്ള ഉള്ളടക്കം. അതിനായി അദ്ദേഹം റിവിഷൻ അപ്പീൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കൊടുത്തു. ഹൈക്കോടതിയും അത് തള്ളി. ഹൈക്കോടതി തള്ളിയതിന് ശേഷം അദ്ദേഹം സുപ്രീം കോടതിയിൽ അപ്പീൽ കൊടുത്തു. ആ അപ്പീലും തള്ളി. ആ അപ്പീലുമായി ബന്ധപ്പെട്ട 420 പേജുള്ള വിധിന്യായത്തിൻ്റെ പകർപ്പാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്, എൻ്റെ അടുത്തുള്ളത്. അതിലെവിടെയും പിണറായി വിജയനോ വീണയോ അഴിമതി നടത്തിയെന്നോ അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങൾ ശരിയാണ് എന്നോ സുപ്രീം കോടതി സൂചിപ്പിച്ചില്ല എന്ന് മാത്രമല്ല, ഇത് തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് പറഞ്ഞു. അപ്പം അതോടുകൂടി അത് തീർന്നു. അഴിമതിയുടെ പ്രശ്നം തീർന്നു. GST കൊടുത്തില്ല, ഇൻകം ടാക്സ് കൊടുത്തില്ല എന്നുള്ള കഥയും പൊളിഞ്ഞു. കാരണം GST കമ്മീഷണറും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രിയും അതിനുള്ള തെളിവും ഹാജരാക്കി. അപ്പം അതും പോയി. പിന്നീട് രംഗത്ത് വരുന്നത് ഷോൺ ജോർജാണ്. ഷോൺ ജോർജ് രംഗത്ത് വരുന്ന ഘട്ടം എന്ന് പറയുന്നത്, അദ്ദേഹം BJPയിലേക്ക് രാവിലെ പോകുന്നു, വൈകുന്നേരം SFIO അന്വേഷിക്കുന്നു. SFIO അന്വേഷിക്കുന്ന ഘട്ടത്തിൽ ഹൈക്കോടതിയിൽ, ഡൽഹി ഹൈക്കോടതിയിൽ ഇതിന് ജൂറിസ്ഡിക്ഷൻ ഇല്ല, ലോക്കൽ സ്റ്റാൻഡി ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് CMRL ഡൽഹി ഹൈക്കോടതിയിൽ ഒരു കേസ് കൊടുക്കുന്നു. ഡൽഹി ഹൈക്കോടതി അത് സ്റ്റേ ചെയ്യുന്നു. അതിൻ്റെ ഇടയിലാണ് ED വരുന്നത്. കഥകൾ പറഞ്ഞാൽ ഒട്ടേറെ ഉണ്ട്, ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ED വന്നതിന് ശേഷം ആ അന്വേഷണം നിയമപരമല്ല. EDയുടെ മുമ്പിൽ ഒരു ഷെഡ്യൂൾഡ് ഒഫൻസ് ഇല്ല, FIR ഇട്ടിട്ടില്ല. അപ്പം അതുകൊണ്ട് ഈ കേസ് മെയിൻ്റനബിൾ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് CMRL ബഹുമാനപ്പെട്ട ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിനെ സമീപിക്കുന്നു. പറയട്ടെ എന്ന് ഞാൻ അതിനല്ലേ വേണ്ടിയിട്ട്. അപ്പോൾ സിംഗിൾ ബെഞ്ചിൻ്റെ വിധി വന്നത് 26-ാം തീയതിയാണ് അല്ലേ? 27-ാം തീയതി റെയ്ഡ് നടക്കുന്നു. ആരുടെ വീട്ടിൽ? മുഖ്യമന്ത്രിയുടെ വീട്ടിൽ വീണ താമസിക്കുന്നു എന്ന ധാരണയിൽ മറ്റു വീടുകളിലും 12 സ്ഥാപനങ്ങളിലും. ഇതിലെവിടെയെങ്കിലും, ഞാൻ ചോദിക്കുന്നത്, ഇതിലെവിടെയെങ്കിലും പിണറായി വിജയനോ വീണയോ പ്രതിയായിട്ടുള്ള ഒരു കേസ് ഉണ്ടോ? ഒരു FIR ഉണ്ടോ? അന്വേഷണത്തിൻ്റെ ഭാഗമായി എന്തെങ്കിലും EDയുടെ മുമ്പിലുണ്ടോ? അത് വിശദമാക്കാതെ, അതിലേക്ക് പോകാതെയാണ് റെയ്ഡ് നടന്നത്. അപ്പോഴാണ് സിംഗിൾ ബെഞ്ചിൻ്റെ വിധിക്കെതിരായി ഡിവിഷൻ ബെഞ്ചിലേക്ക് CMRL പോയത്. ഇപ്പോൾ CMRL ഡിവിഷൻ ബെഞ്ചിന് പോയ സമയത്ത് ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞു അന്വേഷിക്കാം. അതിലെന്താ തകരാറ്? അന്വേഷിക്കട്ടെ, അന്വേഷിച്ച് കുറ്റവാളികളെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരട്ടെ. അതിന് ഞങ്ങളാരെങ്കിലും ഇതുവരെ എവിടെയെങ്കിലും എതിരായി നിന്നിട്ടുണ്ടോ? ഇൻകം ടാക്സ് ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ മുമ്പിൽ CMRL കൊടുത്ത അപ്പീലിൻ്റെ ഭാഗമായി അവർക്ക് പ്രോസിക്യൂഷൻ ഇമ്മ്യൂണിറ്റി, ഇൻകം ടാക്സ് ഇൻട്രീ സെറ്റിൽമെൻറ്റ് കൊടുത്തു. കാരണം ഞങ്ങൾക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടിയിട്ടുണ്ട്, ഇനി ഞങ്ങൾക്കിതിൽ പരാതിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇൻകം ടാക്സ് ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡ് ഡിസ്പോസ് ചെയ്തു. ആ കേസിലാണ് ഈ ഡെവലപ്മെൻ്റ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്.
ഇതെവിടത്തേക്കാണ് ഇപ്പോൾ പോകുന്നത്? ഇത് കള്ളപ്പണം വെളുപ്പിച്ചതാണ്, ഇല്ലേ? കള്ളപ്പണം വെളുപ്പിച്ചതാണ്. കള്ളപ്പണം വെളുപ്പിച്ചു എന്നുള്ളതിന് എന്തെങ്കിലും രേഖയുണ്ടെങ്കിൽ ആ കള്ളപ്പണം വെളുപ്പിച്ചവരെ ശിക്ഷിക്കുന്നതിന് ഒരു തടസ്സവും ഞങ്ങൾക്കാർക്കുമില്ല. CPM-നുമില്ല, പിണറായി വിജയനുമില്ല, ഒരാൾക്കുമില്ല. അത് തെളിയിക്കട്ടെ. അത് തെളിയിച്ച് ഈ സമൂഹത്തോട് പറയട്ടെ ഞങ്ങൾ ഉന്നയിച്ച ആരോപണം ശരിയായിരുന്നു എന്നുള്ളത്. ഇപ്പം കൊളനാടൻ രംഗത്തില്ലല്ലോ, അദ്ദേഹം മാറിയല്ലോ. ഇപ്പം ഇത് കള്ളപ്പണം വെളുപ്പിച്ചതാണ് എന്ന് വരുത്തുന്നതിന് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യം, കരിമണൽ ഖനനം നടത്താൻ പിണറായി വിജയൻ CMRL നൽകിയ അനുവാദത്തിൻ്റെ പാരിതോഷികം കൺസിഡറേഷൻ എന്ന നിലക്കാണ് വീണയ്ക്ക് ഈ കാശ് കിട്ടിയത് എന്നാണ് ഇപ്പോൾ പറയുന്നത്, അല്ലേ? 2002 ഒക്ടോബർ മാസം 22, 2002 നവംബർ മാസം 30, 2013 മെയ് 5 ഈ ദിവസങ്ങളിലായി ഉമ്മൻചാണ്ടി കരിമണൽ ഖനനം നടത്താൻ CMRL അനുവാദം കൊടുത്തു. അപ്പോൾ അതിനെതിരായി VM സുധീരൻ അടക്കമുള്ളവർ അന്ന് പ്രതിപക്ഷത്തുള്ളവർ അടക്കം രംഗത്ത് വന്നു. VS അധികാരത്തിൽ വന്നതിന് ശേഷം ആ ഖനനം നടത്തുന്നത് തടഞ്ഞു. ഞാൻ ഈ പറയുന്നത് കളവാണെന്ന് നിങ്ങൾ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു രേഖ ഉദ്ധരിച്ച് പറഞ്ഞാൽ പിന്നീട് ഞാൻ നിങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഒരു വർത്തമാനവും പറയില്ല. ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ഖനനാനുമതി കൊടുത്ത സ്ഥാനത്ത് VS ആണ് അത് റദ്ദ് ചെയ്തത്. ആ റദ്ദ് ചെയ്തതിനെതിരായി ട്രിബ്യൂണലിൽ പോയി CMRL. ട്രിബ്യൂണലിൻ്റെ വിധി അവർക്ക് അനുകൂലമായി. 2013 ഫെബ്രുവരി 15 ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് VS ഗവൺമെൻറ്റിൻ്റെ ഉത്തരവ് റദ്ദാക്കി. അപ്പോൾ സ്വാഭാവികമായും VS ആ ഉത്തരവ് റദ്ദാക്കിയാൽ പിന്നീട് വന്ന ഉമ്മൻചാണ്ടി ഗവൺമെൻറ് സ്വാഭാവികമായും അപ്പീലിന് പോകേണ്ടതാണ്. അപ്പീലിന് പോകാത്ത സാഹചര്യത്തിലാണ് പ്രതാപൻ ഒരു പരാതി കൊടുത്തത്.